നിങ്ങളുടെ ഭാഷ ഏതാ? നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജിലാണ് സംസാരിക്കാനറിയാം? നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനറിയാം? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഷകളെയും കുറിച്ച് പറയുന്നുണ്ട്. എന്നതുപോലെ തന്നെ ശരീരത്തിന് ശരീരത്തിൻ്റേതായൊരു ഭാഷയും മനസ്സിന് മനസ്സിൻ്റേതായൊരു ഭാഷയും ജീവന് ജീവൻ്റേതായൊരു ഭാഷയും ആത്മാവിന് ആത്മാവിൻ്റേതായൊരു ഭാഷയുമുണ്ട്. ഈ ഭാഷകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് റെസ്പോൺസ് കൊടുക്കുക, കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കുക എന്നത് നമ്മൾ പാലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെയും ജീവൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിനെയും കൃത്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം ലാംഗ്വേജ് അറിയുമ്പോഴാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ കഴിയുന്നുള്ളത്. എൻ്റെ ശരീരത്തിന് നല്ല വേദനയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഭാഷയാണത്. ശരീരത്തിന് ഇന്ന ഭാഗത്തേക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുന്നതാണ് അതിൻ്റെ വേദന എന്ന് പറയുന്നത്. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് എന്ന് പറയുന്നത്, മനസ്സിന് ഭയങ്കര പേടി തോന്നുന്നു അല്ലെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുന്നു എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാഷയാണ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ലാംഗ്വേജിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും.